ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. അഞ്ചാം ഘട്ടമായി രാജ്യത്തെ 49 ലോക്സഭാ സീറ്റിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെ 23.66% പേർ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും ചുവപ്പ് ജാഗ്രത. അടിയന്തര സാഹചര്യം നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രി കെ രാജൻ. മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പുലർത്തണം. മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികം ഇന്ന്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ വർഷത്തെ ഹജ്ജിന് സംസ്ഥാനത്ത് നിന്നുള്ള ആദ്യ സംഘം ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം പുറപ്പെടും. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഒടുവിൽ ലഭിച്ച കണക്ക് പ്രകാരം 23.66% വോട്ടാണ് രേഖപ്പെടുത്തിയത്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിൽ 27.76%, മഹാരാഷ്ട്രയിൽ 15.93%, പശ്ചിമബംഗാളിൽ 32.7%, ബീഹാറിൽ 21.11%, ഒഡീഷയിൽ 21.07%, ഝാർഖണ്ഡിൽ 26.18%, ജമ്മുകാശ്മീരിൽ 21.37%, ലഡാക്കിൽ 27.87% പോളിംഗ്. 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒഡീഷയിൽ ഇതുവരെ 21.07% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. സംസ്ഥാനത്ത് ഈ മാസം 23 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം മെയ് 31 കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് കരുതുന്നു. സംസ്ഥാനത്ത് പ്രളയ സാധ്യതാ പ്രവചനമില്ലെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി കെ രാജൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മഴയുടെ പശ്ചാത്തലത്തിൽ അനാവശ്യ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. 23-ാം തീയതിയോടുകൂടി മഴയ്ക്ക് ശക്തി കുറയും. 22 വൈകുന്നേരത്തോടുകൂടി മഴയുടെ ശക്തി പൊതുവിൽ കുറഞ്ഞ് 23ഓടുകൂടി ദുർബലപ്പെടും എന്നാണ് ധാരണയെങ്കിലും ഇപ്പോൾ രാവിലെ വന്ന വാർത്തകൾ അനുസരിച്ച് ബേ ഓഫ് ബംഗാളിൽ 23-ന് ഒരു ചക്രവാത ചുഴി വീണ്ടും രൂപപ്പെട്ടേക്കാം എന്ന ധാരണ ഉണ്ടാകുന്നുണ്ട്. മഴയുടെ അളവോ തോതോ കുറയുകയോ കൂടുകയോ ചെയ്താലോ ചിലപ്പോൾ മൺസൂണിലേക്ക് തുടരാവുന്ന വിധത്തിലുള്ള ദീർഘത ഇതിനുണ്ടാകേണ്ടി വരുമോ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിൽ റെഡ് അലർട്ടും മഴ ശക്തമാകും എന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും പരിഗണിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ദുരന്ത നിവാരണ വകുപ്പ് എന്ന നിലയിൽ അവരെടുത്ത് പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് കേന്ദ്രങ്ങളിലും DOCകളും TOCകളും ശക്തിപ്പെടുത്തിക്കൊണ്ട് മഴയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഏത് വിധത്തിലുള്ള പ്രയാസങ്ങളെയും നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള ആലോചനകൾ എല്ലാം നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ചുവപ്പ് ജാഗ്രത തുടരുന്ന കോട്ടയത്ത് മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. റെഡ് അലർട്ട് തുടരുന്ന കോട്ടയം ജില്ലയിൽ വ്യാപകമായി മൂടിക്കെട്ടിയ അന്തരീക്ഷം നിലനിൽക്കുന്നു. മിക്കയിടങ്ങളിലും മിതമായ തോതിൽ മഴ പെയ്യുന്നുണ്ട്. വൈക്കത്ത് ഒരു വീടിന് ഇടിമിന്നലേറ്റതൊഴിച്ചാൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജില്ലയിലെ മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പുലർത്തുന്നു. കളക്ടറേറ്റിലും താലൂക്ക് ഓഫീസുകളിലും 24 മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. കനത്ത ചൂടിൽ നിന്ന് പൊടുന്നനെ കാലാവസ്ഥ മാറിയതിനാൽ ആരോഗ്യവകുപ്പ് പകർച്ചവ്യാധി അടക്കമുള്ള രോഗസാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും വെള്ളക്കെട്ടിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. മിന്നലും കാറ്റും ഉണ്ടായേക്കാം. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖല എന്നിവിടങ്ങളിൽ വിനോദയാത്ര ഒഴിവാക്കണം. കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ കടലിൽ പോകരുത്. എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ താലൂക്ക് ജില്ലാ കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി. 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ വിളിക്കാം. പത്തനംതിട്ട ജില്ലയിൽ മഴ തുടരുന്നു. മഴ കനത്താലും നദികളിൽ ജലനിരപ്പ് അപകടാവസ്ഥയിലാകില്ല എന്നത് നിലവിൽ ആശ്വാസകരമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ്. ശ്രീധർ.
പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് പുലർച്ചെ മുതൽ മലയോര മേഖലകളിൽ അടക്കം മഴ തുടരുകയാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ജില്ലയിലെ മലയോര മേഖലകളിൽ 23 വരെ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്ത സാഹചര്യമുണ്ടായാൽ അത് നേരിടാനാവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകേന്ദ്രം ഒരുക്കിയിട്ടുണ്ട്. വേനൽ കനത്തതോടെ ജില്ലയിലെ പ്രധാന ഡാമുകളിലും നദികളിലും മറ്റും ജലനിരപ്പ് നന്നേ താഴ്ന്നു നിന്നതിനാൽ മഴ കനത്താലും നദികളിൽ ജലനിരപ്പ് അപകടാവസ്ഥയിലാവില്ലെന്നത് നിലവിൽ ആശ്വാസകരമാണ്. ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. തലസ്ഥാന ജില്ലയിലെ മലയോര മേഖലകളിൽ കനത്ത മഴ അനുഭവപ്പെട്ടു. നഗരമേഖലയിലെ പല പ്രദേശങ്ങളും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. കൊല്ലം ജില്ലയിൽ രാവിലെ ശക്തമായ മഴ ലഭിച്ചു. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും അന്തരീക്ഷം മേഘാവൃതമായി തുടരുന്നു. മലപ്പുറത്ത് ചെറിയ തോതിലാണ് രാവിലെ മഴ അനുഭവപ്പെട്ടത്. ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച ആലപ്പുഴ ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കുട്ടനാടും തീരപ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്നു. അടിയന്തര സാഹചര്യമുണ്ടായാൽ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിന് കെട്ടിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. വൈദ്യുതി, കുടിവെള്ളം എന്നിവ ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കോഴിക്കോടും ശക്തമായ മഴ തുടരുകയാണ്. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 2 സംഘം തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ മഴ ശക്തമാകുന്നതിനെ തുടർന്ന് ചങ്ങണാംകുന്ന് റെഗുലേറ്ററിലെ ജലനിരപ്പ് ഉയർന്നതായി പാലക്കാട് ചെറുകിട ജലസേചന വിഭാഗം അറിയിച്ചു. ഭാരതപ്പുഴയിൽ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന് താഴെ വരുന്ന ഭാഗങ്ങളിൽ ജലനിരപ്പ് ഉയരും എന്നുള്ളതിനാൽ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കണ്ണൂർ ജില്ലയിൽ ഇടയ്ക്ക് പെയ്യുന്ന മഴ വേനൽ ചൂടിന് വലിയ ആശ്വാസമായി. കാസർഗോഡ് ജില്ലയിൽ രാവിലെ 10 മണിയോടെ മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ പുലർച്ചെ തുടങ്ങിയ മഴ ഹൈറേഞ്ച് മേഖലയിൽ ഇടവിട്ട് ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി തുടങ്ങിയ മഴ ജില്ലയുടെ ഹൈറേഞ്ച് മേഖലയിലെ പലയിടങ്ങളിലും ഇപ്പോഴും തുടരുകയാണ്. നെടുങ്കണ്ടം, രാജാക്കാട്, തങ്കമണി, കട്ടപ്പന, വണ്ടൻമേട്, പീരുമേട് എന്നിവിടങ്ങളിൽ രാവിലെ ശക്തമായ മഴ ലഭിച്ചു. അതേസമയം ലോറേഞ്ച് മേഖലയായ തൊടുപുഴയിലും പരിസരങ്ങളിലും രാവിലെ 10 മണിയോടെ മഴ ശമിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും 2 ദിവസമായി ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയ മഴയും തുടരുകയാണ്. ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിയിരുന്ന ഹൈസ്പീഡ് വെസലുകൾ നിർത്തലാക്കി. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികം ഇന്ന്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറിക്കൊണ്ടും പുതിയ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടും കേരള വികസന മാതൃക പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഇത്തവണ ആഘോഷ പരിപാടികൾ ഒഴിവാക്കി. ഈ വർഷത്തെ ഹജ്ജിന് സംസ്ഥാനത്ത് നിന്ന് ആദ്യ സംഘം ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം പുറപ്പെടും. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുലർച്ചെ 12:05 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ 86 പുരുഷന്മാരും 80 വനിതകളും ഉൾപ്പെടെ 166 അംഗ സംഘമാണ് യാത്ര തിരിക്കുക. തീർത്ഥാടകർ കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പിലെത്തി തുടങ്ങി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. രാത്രി 7:30 നടക്കുന്ന ആദ്യ ക്വാളിഫയർ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയനും അപകടത്തിൽ മരിച്ചു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് പ്രസിഡന്റും സംഘവും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. റൈസിയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ സംസ്കാര ചടങ്ങ് നാളെ തിരുവല്ലയിൽ നടക്കും. ഭൌതിക ശരീരം തിരുവല്ല നിരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിലെത്തിച്ചു. നാളെ രാവിലെ 11 മണിയോടെ ഖബറടക്കം ചടങ്ങുകൾ തുടങ്ങും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 89 പോയിന്റ് നേട്ടത്തിൽ 74,500-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 36 പോയിന്റ് നേട്ടത്തിൽ 22,502-ലും വ്യാപാരം പുരോഗമിക്കുകയാണ്. സ്വർണ്ണവിലയിൽ വർധന. പവന് 400 രൂപ വർദ്ധിച്ച് 55,120 രൂപയും ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 6,890 രൂപയുമാണ് ഇന്നത്തെ വില. ഇടവമാസ പൂജ, ശബരിമല പ്രതിഷ്ഠാ ദിനം എന്നിവയ്ക്കായി തുറന്ന ശബരിമല ക്ഷേത്രനട പൂജകൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രി 10 അടച്ചു. ശബരിമല പ്രതിഷ്ഠാ ദിനമായിരുന്ന ഇന്നലെ സന്നിധാനത്ത് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം നടന്നു. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ AWH റോഡിൽ യുവാവ് ഷോക്കേറ്റു മരിച്ചു. പൂവാട്ട് പറമ്പ് സ്വദേശി റിജാസാണ് മരിച്ചത്. കേടായ ഇരുചക്ര വാഹനം നിർത്തി തൊട്ടടുത്ത കടയിൽ കയറിയപ്പോഴാണ് അവിടെയുള്ള ഇരുമ്പ് തൂണിൽ നിന്ന് ഷോക്കേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. 5ാം ഘട്ടമായി രാജ്യത്തെ 49 ലോക്സഭാ സീറ്റുകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെ 23.66% പേർ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും ചുവപ്പ് ജാഗ്രത. അടിയന്തര സാഹചര്യം നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രി കെ രാജൻ.
മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പുലർത്തണം. മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികം ഇന്ന്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ വർഷത്തെ ഹജ്ജിന് സംസ്ഥാനത്തു നിന്നുള്ള ആദ്യ സംഘം ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം പുറപ്പെടും. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.